ഈ മാസം മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ മുത്തുനബിന്റെ ജന്മദിനാണ് റബീഉൽ അവ്വൽ 12. മാത്രല്ല ഇസ്ലാമിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേതൃത്വത്തിന് ഇസ്ലാം വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. ഈ നേതൃത്വം എന്നുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നബിദിനം അള്ളാഹ് റസൂലിന്റെ ജന്മദിനാണ്. നമുക്ക് അള്ള കഴിഞ്ഞ റസൂല്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 ഖലീഫമാരുണ്ട്, 4 ഇമാമുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നേതൃത്വമാണ്. അത് കഴിഞ്ഞ് വന്ന് ഇപ്പൊ നമ്മളെ നേതൃത്വം നിൽക്കുന്നത് പണ്ഡിതന്മാരുടെ അടുത്താണ്. ഇത് എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാല് നബിദിന പരിപാടി കണ്ടാല് വഹാബിയാക്കൾ പിരാന്താവാണ്. 1989 ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ഒപ്പം കൂട്ടുകൂടാൻ പാടില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഗാന്ധപുര ഉസ്താദും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും ഇവരൊക്കെ ഇറങ്ങിപ്പോന്നിട്ടില്ലെങ്കിൽ ഇന്ന് സുന്നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് സുന്നികളൊന്ന് ആലോചിച്ചാൽ മതി. ഈ കാന്തപുരത്തിനെ ഇവർ ഇന്നും വേട്ടാടിക്കൊണ്ടിരിക്കുക. അതും വഹാബികൾ കാന്തപുരത്തിനെ വേട്ടാടുന്നത് എങ്ങനെയാണെന്നറിയോ? സുന്നിയിലുള്ള ആളുകൾ തന്നെ ഉപയോഗിച്ച് കണ്ട്. അത് ഈ സുന്നിയാക്കറിയായിട്ടാണ്. 1983 ഇവിടെ കൊട്ടപ്പുറം സംവാദം എന്ന സംവാദം ഉണ്ടായിരുന്നു. ഈ സംവാദത്തിന് മറുപടി കൊടുക്കാം ബഹുമാനപ്പെട്ട EK ഉസ്താദ് അന്ന് ഈ കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിച്ച്. പിന്നെ കാന്തപുരം എന്നുള്ള വ്യക്തി അയാളെ ഇപ്പത്തെ ഈ പവറേറ്റ് മാനത്തിൽ നിന്ന് ചാടിയതല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ച് ഇവരൊക്കെ എടീക്കോടെ തുപ്പും ആട്ടും ചീറ്റും കേട്ട് വന്ന് ഈ സുന്നി പ്രസ്ഥാനം ഈ ഉസ്താദ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞുകൊണ്ടുള്ള വിഷയം എന്താണെന്നറിയോ? നമുക്ക് സുന്നികൾക്ക് വലിയൊരു നേതൃത്വമുണ്ട്. കാന്തപുരം എന്നുള്ള നേതൃത്വം, ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ തങ്ങള് നേതൃത്വം, ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം. ഈ നേതൃത്വത്തിന് വലിയ പ്രാധാന്യം സുന്നികൾ കൊടുക്കുന്നുണ്ട്. ആ നേതൃത്വത്തിനെ തകർക്കാൻ ഇവിടെയുള്ള 4 വഹാബികൾ സ്റ്റേജുമേ കയറി കട്ടു, അല്ലെങ്കിൽ അതാക്കി ഇതാക്കി കുറെ അന്തം വിട്ട വിഷയം വന്നിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും കാന്തപുരം നിൽക്കുന്ന നേലിന്ന് ഒരനക്കം കീപ്പിട്ടിരില്ല. കാന്തപുരം ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന എത്തിയും കുട്ടികളിൽ ആ എത്തിയും കുട്ടികളിൽ ഒരു ഭാഗം കുട്ടികൾക്ക് എന്നുവെച്ചാൽ 1/4 ഭാഗം കുട്ടികൾക്ക് ഒരു ദിവസം ഇവിടുത്തെ വഹാബികൾക്ക് നോക്കാൻ കഴിയുമോ? പിന്നെ വഹാബികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്. ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഈ മർക്കസു സക്കാബത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാബി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ കേരളം. ഈ കാന്തപുരം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. അയാളൊന്നും ഇവിടെയുള്ള ഈ വഹാബികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. വെറുതെ അതിനൊന്നും തുനിയണ്ട, കഴിയൂല. ഇന്ന് എന്റെ നാട്ടില് ഞാന് ഒരു നബിദിന പരിപാടിക്ക് കൂടി, വളരെ റാഹത്തായി. ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ, എളങ്കൂർ തങ്ങൾ ആ നേതൃത്വത്തിൽ ചേർന്ന് കണ്ടാണ് ഇന്ന് ഞാൻ മുത്ത് റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചത്. അതിലൂടെ ബഹുമാനപ്പെട്ട എളങ്കൂർ തങ്ങള് ഒരുപാട് ഉപദേശങ്ങൾ തന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, കുറച്ച് ക്ലാസുകൾ തന്നു, ഐക്യത്തിനെ പറ്റി സംസാരിച്ചു. ഇതൊക്കെയാണ് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ തങ്ങള്, കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങള്, അതേപോലെ തന്നെ ഈ മുത്തുക്കോയ തങ്ങള്, ഇവരൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ എന്താണെന്നറിയോ? ഐക്യത്തിൽ ജീവിക്കാനാണ്. ഈ നേതൃത്വങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഇവരൊക്കെ മേലിൽ എന്തെങ്കിലും അടിച്ചമർത്തിയ ഇവിടെയുള്ള സുന്നികളൊക്കെ തെറ്റിദ്ധാരണപ്പെടും എന്നുള്ളതും ഈ നേതൃത്വത്തെ പൂർണ്ണമായി തള്ളിക്കളയും എന്നുള്ളത് ഇവിടെയുള്ള വഹാബികൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളെ ലോകത്താണ്.